എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വൈറ്റമിൻ സി സിറത്തിനെ കുറിച്ചിട്ടാണ്. അത് ശരിക്കും എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് അതിന്, അതുപോലെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം, പിന്നെ അത് ആക്ച്വലി എങ്ങനെയാണ് ഒരു ബിഗിനേഴ്സ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ കോമൺലി വൈറ്റമിൻ സി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കൂടെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറ്റമിൻ സിനെ കുറിച്ചുള്ള എൻ്റയർ കാര്യങ്ങൾ നിങ്ങളറിയും. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം ഉറപ്പായിട്ടും നിങ്ങളത് ഉപയോഗിക്കണം, നിങ്ങൾക്ക് സ്യൂട്ടാവോ, എങ്ങനത്തെ ഫോർമുലേഷൻ നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ സ്കിൻ കുറച്ച് ഡള്ളാണെങ്കിൽ അതൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ പിഗ്മെൻറ്റഡ് ആണെങ്കിൽ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കും. അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ സ്കിൻ ടെക്സ്ചർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ കുറച്ച് ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സും ഇതിനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്നിരുന്നാലും ഇതിന് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ബേണിങ്, അതായത് ചിലവർ വൈറ്റമിൻ സി ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഫേസ് ബേൺ ആവുന്ന പോലെ തോന്നുന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ചിലപ്പോൾ കുറച്ച് റെഡ്നെസ്സും ഇറിറ്റേഷനും ഉണ്ടാകാം. അതുപോലെ ചില ഫോർമുലാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിൻ പിന്നെ ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, ബ്രേക്ക് ഔട്ട്സ് ഉള്ളവർ ഒരിക്കലും ഈ സാധനം ഉപയോഗിക്കരുത്. കാരണം ബ്രേക്ക് ഔട്ട്സ് കൂടുതൽ വേഴ്സ് ആക്കാൻ വേണ്ടി വൈറ്റമിൻ സിനേക്കാൾ ബെസ്റ്റായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? പിന്നെ ഈ വൈറ്റമിൻ സി ഉപയോഗിക്കുമ്പോൾ മിക്ക ആൾക്കാരും വരുന്ന കോമൺ മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നാമത്തെ മിസ്റ്റേക്കാണ് ഈ ഹൈ കോൺസെൻട്രേഷനുള്ള പ്രോഡക്ട്സ് ബിഗിനേഴ്സ് യൂസ് ചെയ്യുന്നത്. ബിഗിനേഴ്സ് എന്നല്ല, കുറച്ച് കഴിഞ്ഞവരാണ് ഒരുപാട് ഹൈ കോൺസെൻട്രേഷൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചില ബിഗിനേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 15%, 20% പോലുള്ള അത്രയും ഹൈ കോൺസെൻട്രേഷനുള്ള വൈറ്റമിൻ സി ഒക്കെ വാങ്ങും. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് ബേൺ ആവും, ഇറിറ്റേഷൻ, റെഡ്നെസ് ഒക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഈ ഒരു സംഭവം സ്കിന്നുമായിട്ട് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ തുടക്കം തന്നെ ഹൈ കോൺസെൻട്രേഷൻ ഒരിക്കലും യൂസ് ചെയ്യരുത്. സോ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരു 5% ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ടൈം AM ആൻഡ് PM റുട്ടീൻ അങ്ങനെ ഫോളോ ചെയ്യേണ്ട. ഏതെങ്കിലും ഒരു ടൈം എന്ന് വെച്ചാൽ ഇൻ മൈ ഒപ്പീനിയൻ ഒരു നൈറ്റ് ടൈമിൽ മാത്രം യൂസ് ചെയ്യുക. വൈറ്റമിൻ സി സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ നമ്മുടെ സ്കിന്നിന് കുറച്ച് ടൈം കൊടുക്കുക, ഒരു ഇൻഗ്രീഡിയൻറ്റുമായിട്ട് പരിചയപ്പെട്ട് വരാൻ കുറച്ച് ടൈം കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് രാത്രി മാത്രം ഉപയോഗിക്കാം. ഇനി വളരെ രണ്ടാമത്തെ ആൾക്കാർ ഉണ്ടാക്കുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ ഉപയോഗിച്ച് ഫോളോ അപ്പ് ചെയ്യാത്തതാണ്. എന്ന് വെച്ചാൽ വൈറ്റമിൻ സിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലെങ്കിലും നിങ്ങളുടെ സൺ എക്സ്പോഷറിനോടുള്ള സെൻസിറ്റിവിറ്റി കുറച്ച് കൂടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കിൻ കുറച്ച് പെട്ടെന്ന് ബേൺ ആവാനുള്ള ചാൻസ്, റെഡ്നെസ് വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വൈറ്റമിൻ സി ഉപയോഗിക്കുമ്പോൾ എല്ലാ ദിവസവും സൺസ്ക്രീൻ മസ്റ്റാണ്. ഇപ്പോൾ രാവിലെ നിങ്ങൾ വൈറ്റമിൻ സി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ വെച്ച് ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് നേരം സൺ എക്സ്പോഷറിന് വിധേയമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാലും വൈറ്റമിൻ സി രാവിലെ ഉപയോഗിക്കേണ്ട. കാരണം നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല, അതിൻ്റെ ചാൻസ് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി നമ്മുടെ സേഫ്റ്റി കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, ഇനി ചില ആൾക്കാർ വിചാരിക്കും കൂടുതൽ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ കോൺസെൻട്രേഷനും അതിൻ്റെ എമൗണ്ടും നമ്മൾ കൂടുതൽ യൂസ് ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന്. ഇതൊട്ടും ശരിയല്ല കേട്ടോ. അതായത് നിങ്ങൾ ഈ സാധനം ഒരു 2 to 3 ഡ്രോപ്സ് അത്രയൊക്കെ ഉപയോഗിച്ചാൽ മതി സിറം കേട്ടോ. അല്ലാതെ ഒരു 4 to 5 ഡ്രോപ്സിലേക്കൊന്നും പോകണ്ട. കാരണം അത്ര ഹൈ കോൺസെൻട്രേഷൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാൻ പോകുന്നതുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള ചില മിസ്റ്റേക്സ് ആണ്. അതുപോലെ വേറൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെ കൂടെ മറ്റ് ആക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ വൈറ്റമിൻ സിയുടെ കൂടെ മറ്റ് എന്തെങ്കിലും നിയാസിനമൈഡോ അല്ലെങ്കിൽ റെറ്റിനോൾ, പിന്നെ അങ്ങനെ കുറേ ആസിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഗ്ലൈക്കോളിക് ആസിഡ്, റെറ്റിനോൾ, അങ്ങനത്തെ പോലത്തെ ആക്റ്റീവ്സ് ഒന്നും മിക്സപ്പ് ചെയ്യാതിരിക്കുക. ഞാൻ പറയുന്നത് അങ്ങനത്തെ ആക്റ്റീവ്സ് ഒരിക്കലും മിക്സപ്പ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഞാൻ പറയട്ടെ, ഒരുപാട് പ്രോഡക്റ്റ് ലെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അത് ഒരു ഓവർ ബേർഡൻ ആയിരിക്കും. സോ അതുകൊണ്ട് അത് എന്തായാലും അവോയ്ഡ് ചെയ്യാം. ഇതൊക്കെയാണ് മെയിൻലി എല്ലാവരും വൈറ്റമിൻ സി ഉപയോഗിക്കുമ്പോൾ വരുത്തുന്ന കോമൺ മിസ്റ്റേക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കേണ്ടത്? ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നല്ലൊരു ക്ലെൻസറോ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷോ വെച്ചിട്ട് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് കഴുകുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ് നല്ലോണം ഡ്രൈ ആക്കിയിട്ട്, നല്ലോണം ഡ്രൈ ആക്കിയിട്ട് ഒരു 2 to 3 ഡ്രോപ്സ് അത്രയും മാത്രം വൈറ്റമിൻ സി സിറം ഫേസിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ചിലതിൽ ഈ ഫുൾ ഡ്രൈ ആക്കണം
നിർബന്ധമില്ല. ലൈക്ക് നമ്മൾ എൻറ്റയർലി ഡ്രൈ ആക്കണം എന്നില്ല, ചിലതിലെന്നാൽ ഡ്രൈ ആക്കണം എന്നുണ്ട്. അത് കറക്റ്റായിട്ട് സിറം വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 to 3 സ്റ്റെപ്സ് ഡ്രോപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. ഓക്കെ, ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസറാണ് ബെറ്റർ. പിന്നെ ഫൈനൽ സ്റ്റെപ്പ് സൺസ്ക്രീൻ. ഇതാണ് AM റുട്ടീൻ. നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക, 2 to 3 ഡ്രോപ്സ് ഓഫ് സിറം യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അത്രയും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വൈറ്റമിൻ സി ബേസിക്കലി ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി ഇത് ഓരോ സ്കിൻ ടൈപ്പിന് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ വൈറ്റമിൻ സി കുറച്ച് ഡൾ ആയിട്ടിരിക്കുന്ന സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വൈറ്റമിൻ സി വാങ്ങുമ്പോൾ ആ ഒരു ഫോർമുലയിൽ ഹൈലറോണിക് ആസിഡ്, ഗ്ലിസറിൻ പോലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുവാണെങ്കിൽ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റബിൾ ആയിരിക്കും. കാരണം നിങ്ങളുടെ സ്കിൻ കുറച്ച് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഈ സിറത്തിൻ്റെ കൂടെ ഇങ്ങനത്തെ ഫോർമുലേഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒരു ഹൈഡ്രേഷനും കൂടി തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങളുടെ ഓയിലി സ്കിന്നാണെങ്കിൽ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള വൈറ്റമിൻ സി ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നന്നായിരിക്കാം. ഇനി കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ T-സോൺ ഏരിയ ഓയിലിയും ബാക്കി ഏരിയയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കണതുകൊണ്ട് ഒരു നല്ല ഫോർമുലേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നുള്ളവർ മാക്സിമം ഈ ലൈറ്റ് വെയ്റ്റ് ഫോർമുല തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഡ്രൈ സ്കിന്നിൻ്റെ പോലത്തെ കുറച്ചുകൂടി ഹൈഡ്രേറ്റിംഗ് ഫോമിലേക്ക് പോകണമെന്നില്ല. കോമ്പിനേഷൻ സ്കിന്നിന് ഈ ഓയിലി സ്കിന്നിന് പറഞ്ഞതുപോലെ ലൈറ്റ് വെയ്റ്റ് നോൺ ക്രീസി ടൈപ്പ് കുറച്ചുകൂടി യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി അടുത്തതാണ് കുറച്ചൊരു സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ്. സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിലേക്ക് വരുമ്പോൾ വൈറ്റമിൻ സി സെൻസിറ്റീവ് സ്കിന്നിൽ അത്രയും പ്രിഫറബിൾ ആയിട്ടുള്ള ഒന്നല്ല. കാരണം സെൻസിറ്റീവായിട്ട് സ്കിന്നുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്, അതുകൊണ്ട് എനിക്ക് വൈറ്റമിൻ സി അത്രയും വർക്ക് ആവാറില്ല. യൂസ് ചെയ്താലും ബംസ്, ഇപ്പോൾ വൈറ്റമിൻ സി ബേസ്ഡ് ഞാൻ സിറം അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ മിക്കവാറും എനിക്ക് കുറച്ച് ബംസൊക്കെ വരാറുണ്ട്. സോ അതുകൊണ്ട് വൈറ്റമിൻ സി അത്രമേൽ സെൻസിറ്റീവ് സ്കിന്നിന് നല്ലതല്ല. നിങ്ങൾ ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വളരെ കോൺസെൻട്രേഷൻ കുറവായിട്ടുള്ള കുറച്ച് ജെന്റലായിട്ടുള്ള ഫോർമുലേഷൻസ് യൂസ് ചെയ്യുക. അതർവൈസ് ഓഫ് കോഴ്സ് നിങ്ങൾ എന്താ പറയുക, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം സെൻസിറ്റീവ് സ്കിൻകാർ ഉപയോഗിക്കാം. അതുമാത്രമല്ല, നിങ്ങൾ വൈറ്റമിൻ സി ഡെയിലി ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഡെയിലി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് നൈറ്റ് മാത്രമാക്കി മാറ്റുക. അതുപോലെ ഭയങ്കര കുറച്ച് കൂടുതൽ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു വീക്കിൽ ഒരു 3 times ഒക്കെ മാത്രം യൂസ് ചെയ്യുക. കൂടുതൽ ഒരു 3 to 4 times അത്രയും മാത്രം വെച്ചിട്ട് ലിമിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു എന്താ പറയുക ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി ജെൻ്റലായിട്ടുള്ള ഒരു ടെക്സ്ചർ വേണം സെലക്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ സോഡിയം ആസ്കോർബൈൽ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്, അത് ഒരു ടൈപ്പ് ഓഫ് വൈറ്റമിൻ സി ആണ്. ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ള വൈറ്റമിൻ സി ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, ഓയിലി സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻ, ഇത്രയും ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ സ്കിൻ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ സി ഉപയോഗിക്കുമ്പോൾ. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങളുടെ ഫേസ് ഒരുപാട് ബ്രേക്ക് ഉള്ളതോ അങ്ങനത്തെ ബ്രേക്ക് ഔട്ട്സ് വന്നേക്കുന്നു അല്ലെങ്കിൽ ഇവിടെയും മുറിഞ്ഞിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വൈറ്റമിൻ സി ഉപയോഗിക്കരുത്. കുരുക്കളും ഈ പറയുന്ന ബ്രേക്ക് ഔട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്കിന്നിലേക്ക് വൈറ്റമിൻ സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ വേഴ്സ് ആക്കുമല്ലോ. നിങ്ങളുടെ സ്കിൻ അത്യാവശ്യം ക്ലിയർ ആയിട്ടിരിക്കുമ്പോൾ ഒരു പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാം, കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടാനും പിന്നെ എന്താ പറയുക കുറച്ചുകൂടി സ്കിന്നൊന്ന് ബ്രൈറ്റ് ചെയ്യാനും അൺഈവൻ സ്കിൻ ടോൺ മാറ്റാനും ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് വൈറ്റമിൻ സി, അല്ലാതെ ഒരിക്കലും ബ്രേക്ക് ഔട്ട്സിന് കൺട്രോൾ ചെയ്യാനല്ല. എങ്ങനെ പക്ഷേ ഒരു നല്ല വൈറ്റമിൻ സി സിറം ചൂസ് ചെയ്യാം? അതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു സ്റ്റേബിൾ പാക്കേജിംഗ് ആണ്. നിങ്ങളെപ്പോഴും എയർ ടൈറ്റ് കണ്ടീഷണറിലായിരിക്കണം ഈ വൈറ്റമിൻ സി സിറം സ്റ്റോർ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് അടച്ചു വയ്ക്കുക. പിന്നെ ഒരു ഡാർക്ക് കളർ ബോട്ടിലുള്ള വൈറ്റമിൻ സി സിറംസ് കൂടുതൽ ചൂസ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ എപ്പോഴും കോൺസെൻട്രേഷൻ കുറവുള്ളത് നോക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് കൂടുതൽ ബേൺ ഔട്ട് ആക്കാനൊരു ചാൻസ് കൂടുതലുള്ളതുകൊണ്ടാണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു ടൈം മാത്രം യൂസ് ചെയ്ത് കൊടുക്കുക, എന്ന് വെച്ചാൽ രാത്രി മാത്രം യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം എന്താ പറയുക കോൺസെൻട്രേഷനും കുറച്ച് സ്റ്റാർട്ട് ചെയ്യുക, സ്ലോലി മാത്രം ഇൻക്രീസ് ചെയ്യുക. ഓക്കെ,
അതുപോലെ തന്നെ ഈ വൈറ്റമിൻ സി അവോയ്ഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയാം. എക്സ്ട്രീംലി സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ ആക്റ്റീവ് എക്സീമ, ഡാമേജ്ഡ് സ്കിൻ ബാരിയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം വൈറ്റമിൻ സി സിറം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ കറക്റ്റ് ഫോർമുല ചൂസ് ചെയ്യണതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് SPF അത് വളരെ മസ്റ്റായിട്ടൊരു കാര്യമാണ് വൈറ്റമിൻ സി ഉപയോഗിക്കുമ്പോൾ. ആൻഡ് പേഷ്യൻസ് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരു 3 to 4 വീക്സ് നിങ്ങൾ വെയിറ്റ് ചെയ്താണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെന്താ പറയുക, ഇത് നിങ്ങൾ ഒരു ഓവർനൈറ്റ് കൊണ്ട് നിങ്ങളൊരു മാജിക് ഒന്നും കാണാൻ പോകുന്നില്ല. കൺസിസ്റ്റൻസി ഈസ് ദ കീ. അപ്പോൾ വൈറ്റമിൻ സി സിറത്തിനെ കുറിച്ച് എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നിൻ്റെ ബെനിഫിറ്റ്സ്, ഓരോ സ്കിൻ ടൈപ്സിന് എങ്ങനെ യൂസ് ചെയ്യാം, ഇത് ചില സ്കിന്നുകാർക്ക് യൂസ് ചെയ്താലുണ്ടാവുന്ന പ്രോബ്ലംസ് അതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.